ഹലോ, ഈ പില്ലോ കവർ എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്നൊന്ന് നോക്കിയാലോ? നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വേറൊന്നും വേണ്ട, കുറച്ച് കട്ട് പീസും പഴയ ഒരു ടീഷർട്ടും ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാം. വേണ്ടോ, നമ്മൾ ആദ്യം പില്ലടിക്കാനുള്ള തുണിയിൽ ഇതുപോലൊരു ഹാർട്ടാണോ റൗണ്ടാണോ സ്ക്വയറാണോ അത് നിങ്ങളുടെ ചോയ്സാണ്. ഞാനിപ്പോൾ ഹാർട്ടാണ് എടുത്തിരുന്നത്. ഹാർട്ട് വരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് കട്ട് ചെയ്യണം. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റിച്ച് ചെയ്യണം. ഓക്കെ, ഇനിയിപ്പോൾ ഈ ഹാർട്ട് വരയ്ക്കുമ്പോൾ പെർഫെക്റ്റ് ആവണമെന്നില്ല. ഒരു സൈഡ് എനിക്കിപ്പോൾ വന്നത് ഈ ഒരു സൈഡ് പെർഫെക്റ്റായി, ഒരു സൈഡ് ശരിയാവുന്നില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ക്ലോത്തില്ലേ, ഈ ക്ലോത്തിൻ്റെ പകുതി കാണും ഒരു ലൈൻ വരച്ചിട്ട് ഇതേപോലെ ഒരു ഭാഗം നമ്മൾ വരയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഈ ക്ലോത്തിനെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി. കറക്റ്റായിട്ട് വെച്ചിട്ട് കറക്റ്റായിട്ട് വെച്ചിട്ട് നമ്മളിങ്ങനെ കറക്റ്റായിട്ട് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റും. ഈ ഭാഗം ഇപ്പുറത്തേക്ക് വരും. അപ്പോൾ അതൊന്ന് ഡാർക്കായിട്ട് വരച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഈ ഹാർട്ട് ഷേപ്പ് കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ വരച്ച് കട്ട് ചെയ്യാം. കുറച്ച് നമ്മൾ ഗ്യാപ്പ് വിട്ടിട്ട് വേണം. പില്ലോ കവർ തയ്ക്കാൻ എങ്ങനെയാണെന്ന് അറിയാമല്ലോ. ഇതിലിപ്പോൾ ഞാൻ ഇടാൻ പോകുന്നത് മറ്റേ ക്രോസ് പീസുകളില്ലേ, ചെറിയ ചെറിയ കട്ട് പീസുകൾ ബാലൻസ് വന്നിട്ടുണ്ട്. അതാണ് ഇതിലേക്ക് നിറയ്ക്കാൻ പോകുന്നത്. നമുക്കിത് മറിച്ചിടാം. ഞാൻ വിട്ടുപോയി ഇവിടെ ഒരു കുനിപ്പ് കളറില്ല. അപ്പോൾ നമ്മളിവിടെ ഒരു ചെറുതായിട്ടൊന്ന് സ്റ്റിച്ചിനെ തൊടാതെ ഒന്ന് കട്ട് ചെയ്ത് നല്ലതായിരിക്കും. കണ്ടോ, ഞാനിത് മറച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കട്ട് പീസുകൾ നിറയ്ക്കാം. കണ്ടു, ഇതുപോലൊരു പഴയ ടീഷർട്ട് എടുക്കാം. ഈ ടീഷർട്ടിൻ്റെ ഈ ഭാഗവും പിന്നെ ഈ വശങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഓക്കെ.